പ്രിയമുള്ളവരെ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഈ വീഡിയോ. നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ ചുറ്റുപാടുള്ളതിൽ ഒരുപാട് പേർ സാമൂഹിക പെൻഷനുകൾ വാങ്ങുന്നവരുണ്ട്. അതിൽ വാർദ്ധക്യ പെൻഷനുണ്ട്, അതുപോലെ തന്നെ കാർഷിക പെൻഷനുണ്ട്, വിധവാ പെൻഷനുണ്ട്, വികലാംഗ പെൻഷനുണ്ട്, 50 വയസ്സിന് മുകളിലുള്ള അവിവാഹിതയായ സ്ത്രീകൾ വാങ്ങുന്ന പെൻഷനുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പെൻഷനുകൾ, സാമൂഹ്യ പെൻഷനുകളെല്ലാം തന്നെ ആ സാമൂഹ്യ പെൻഷനുകളുടെ മസ്റ്ററിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അക്ഷയ സെൻറ്ററുകൾ വഴിയാണ് ഈ മസ്റ്ററിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മസ്റ്ററിങ് എന്തായാലും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് കാണിക്കുന്നതിനെയാണ് മസ്റ്ററിങ് സംവിധാനം എന്ന് പറയുന്നത്. അതിനു മുമ്പ് നമ്മൾ പലപ്പോഴായിട്ട് പല കാര്യത്തിന് നമ്മൾ ഈ പറയുന്ന വരുമാന സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ വിധവാ പെൻഷനുള്ളവർക്ക് അവരുടെ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നുള്ള പറഞ്ഞുള്ള രേഖകളും സമർപ്പിക്കേണ്ടതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ കഴിഞ്ഞാലും ഇപ്പോൾ 2025 ഡിസംബർ 30 വരെ, കഴിഞ്ഞ 2025 ഡിസംബർ 30 ശേഷം ലഭിച്ചവർ പെൻഷനുകൾ, ഇത്തരത്തിലുള്ള പെൻഷനുകൾ ആദ്യമായി ലഭിച്ചവരൊന്നും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള മുൻകാലഘട്ടങ്ങളിൽ കിട്ടുന്നവരെല്ലാവരും തന്നെ കൃത്യമായി ഈ പെൻഷൻ മസ്റ്ററിങ് സംവിധാനം ചെയ്യേണ്ടതുണ്ട്. അക്ഷയ സെൻറ്റർ വഴിയാണ് ഇതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ഇതിനുള്ള സൗകര്യം ആദ്യമൊക്കെ നമുക്ക് നല്ല ആരോഗ്യമുള്ള ആളുകളൊക്കെ പോയി അക്ഷയ സെൻറ്ററിൽ പോയി ചെയ്യുക. അതുപോലെ തന്നെ അത് കഴിയുമ്പോൾ ഏകദേശം ഒരു സെപ്റ്റംബർ അവസാനം വരെയുണ്ട്. സെപ്റ്റംബർ ഒരു ഫസ്റ്റോട് കൂടി നമുക്ക് ഈ വീട്ടിൽ കിടപ്പ് രോഗികളായി അധികം നടക്കാൻ പറ്റാത്ത, വീടിന് പുറത്തേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം, ആരോഗ്യ അവസ്ഥ വളരെ മോശകരമായിരിക്കുന്ന ആളുകളൊക്കെ അവരുടെ വീട്ടിൽ വന്നുകൊണ്ട് തന്നെ ഈ മസ്റ്ററിങ് സംവിധാനം ചെയ്യുന്നതാണ്. അപ്പോൾ ആരും ഈ വിഷയത്തിൽ ജാഗ്രത പുലർത്താതിരിക്കരുത്. എന്തായാലും മസ്റ്ററിങ് ചെയ്യണം. മസ്റ്ററിങ് ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സാമൂഹ്യ പെൻഷനുകളൊക്കെ പിന്നെ കിട്ടാതിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ ഒരുപാട് പേരുടെ ലിസ്റ്റിൽ പേരുള്ള പെൻഷൻ നിലവിൽ വാങ്ങുന്ന ആളുകളുടെ പെൻഷനുകൾ താൽക്കാലികമായി നിർത്തിയിട്ടുണ്ട്. കാരണം വരുമാന സർട്ടിഫിക്കറ്റ് ഒന്നും കൃത്യമായ സമയത്ത് സമർപ്പിക്കാത്തത് കൊണ്ടും അതുപോലെ തന്നെ വിധവാ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന പഞ്ചായത്ത് മെമ്പറുടെയൊക്കെ ഒരു സാക്ഷ്യപത്രം സമർപ്പിക്കാത്തവർക്കൊക്കെ ഈ തരത്തിൽ പെൻഷനുകൾ നിന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പെൻഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഒരു പിന്തുണയും അതുപോലെ തന്നെ നമുക്കൊരു തുണയമായ രീതിയിൽ നമുക്ക് വാർദ്ധക്യ കാലഘട്ടത്തിലാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്തൊക്കെ സാമ്പത്തികമായിട്ട് ഒരുപാട് സഹായകരമാകുന്ന പെൻഷനുകൾ കൃത്യമായ രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ച് അത് നിന്നു പോകാതെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന.